മുഖ്യമന്ത്രി വി ഡി സതീശന് ബജറ്റ് അവതരണത്തിന് ശേഷം ഒരു പേര് പൊതുസമൂഹം നൽകുകയാണ്. ലിറ്റിൽ മോദി. അദ്ദേഹത്തിന്റെ ഓരോ പ്രസ്താവനയിലും ഒരു മോദി എഫക്റ്റ് ഉണ്ടോ എന്നാണ് ചിലരൊക്കെ ചോദിക്കുന്നത്. അവർ രാഷ്ട്രീയത്തിന്റെ മാനദണ്ഡം അനുസരിച്ചല്ല, എന്നാൽ ചില പ്രത്യേക സാഹചര്യങ്ങളിൽ പ്രതിസന്ധികളിൽ തളരാതെ രാജ്യത്തെ മുന്നോട്ട് കൊണ്ടുപോകുന്ന മോദിയുടെ മാജിക് പലപ്പോഴും നമ്മൾ എല്ലാവരും കണ്ടിട്ടുള്ളതാണ്. അവിടെ രാഷ്ട്രീയമില്ലാതെ ചിന്തിക്കുന്ന ഒരു സംഗതിയാണ്. ആ ഒരു കരുത്ത്, ആ ഒരു തീരുമാനം, അതൊക്കെ ഇന്ന് ബജറ്റ് അവതരിപ്പിക്കുന്ന സമയത്ത് മുഖ്യമന്ത്രി വി ഡി സതീശന്റെ മുഖത്ത് കണ്ടു എന്നാണ് സോഷ്യൽ മീഡിയയിൽ പലരും അഭിപ്രായപ്പെടുന്നത്. കാരണം കയ്യിലുള്ള കാശ് ഖജനാവിൽ എത്രയാണ് എന്നുള്ളത്, നീക്കിയിരിപ്പ് എത്രയാണ് എന്നുള്ളത് വളരെ വ്യക്തമായി അറിയുന്ന ഒരു കുടുംബനാഥൻ ഇനിയുള്ള കാര്യങ്ങൾ എങ്ങനെ, കുടുംബത്തിന്റെ ഒരു വളർച്ച എങ്ങനെയൊക്കെ മുന്നോട്ട് കൊണ്ടുവരാം, അങ്ങനെ കാര്യങ്ങൾ നടപ്പിലാക്കുന്നതിന് വേണ്ടി കൃത്യമായി ആസൂത്രണം ചെയ്യുന്നത് പോലെ വളരെ ആലോചിച്ച് ചില ആസൂത്രണങ്ങൾ, പുതിയ പുതിയ വികസന പദ്ധതികൾ, അതുപോലെ തന്നെ പുതിയ വരുമാന പദ്ധതികൾ, അങ്ങനെ എല്ലാ ഭാഗത്തും ആലോചിച്ചും കണ്ടും വരുന്നത് വരട്ടെ, നമുക്കിതെല്ലാം നേരിടാം എന്ന മുഖഭാവത്തോടും കൂടി വി ഡി സതീശൻ മുന്നോട്ട് പോവുകയല്ലേ എന്ന് പലരും ചോദിക്കുന്നു. അങ്ങനെ വരുമ്പോൾ നരേന്ദ്രമോദിക്ക് ഒപ്പം, അല്ലെങ്കിൽ നരേന്ദ്രമോദി ഒരു ഇൻസ്പിറേഷനാക്കി അദ്ദേഹം സ്വീകരിക്കുന്നു എന്ന് തന്നെയാണ് പൊതുസമൂഹം അവകാശപ്പെടുന്നത്. സംസ്ഥാനത്ത് തെക്കൻ ജില്ലകളുടെ സാമ്പത്തിക വളർച്ചയ്ക്ക് വേഗത കൂട്ടാൻ തെക്കൻ കേരള ഇക്കണോമിക് കോറിഡോർ പദ്ധതിയാണ് ബഡ്ജറ്റിൽ മുഖ്യമന്ത്രി വി ഡി സതീശൻ പ്രഖ്യാപിച്ചത്. പദ്ധതിയുടെ പ്രാരംഭ പ്രവർത്തനങ്ങൾക്ക് 50 കോടി രൂപയാണ് വകയിരുത്തിയിരിക്കുന്നത്. തിരുവനന്തപുരം, കൊല്ലം, ആലപ്പുഴ ഇങ്ങനെ 3 ജില്ലകളെ ബന്ധിപ്പിച്ചുകൊണ്ടാണ് ഇക്കണോമിക് കോറിഡോർ സ്ഥാപിക്കുന്നത്. ഈ പദ്ധതിയെക്കുറിച്ച് വിശദമായ പഠനം നടത്തണം, അതിനൊരു വിദഗ്ധ ഏജൻസി വേണം, അതൊക്കെ ചെയ്യുമെന്ന് മുഖ്യമന്ത്രി വ്യക്തമാക്കിയിരിക്കുന്നു. ഈ സാഹചര്യത്തിലാണ് കേരളത്തിലെ പൊതുസമൂഹം വി ഡി സതീശന് ലിറ്റിൽ മോദി എന്ന പേര് നൽകിയിരിക്കുന്നത്. പ്രതിസന്ധിയിലും തളരാതെ എങ്ങനെ മുന്നോട്ട് പോകാം എന്ന മോദി നയം, ആ പാതയിലാണ് VDS. അവിടെ രാഷ്ട്രീയം ചെയ്യേണ്ട ഒരു ഭരണാധികാരിക്ക് ഏറ്റവും ഫലപ്രദമായ വികസനവും ക്ഷേമ പ്രവർത്തനങ്ങളും ഒരു സംസ്ഥാനത്ത് അല്ലെങ്കിൽ രാജ്യത്ത് കൊണ്ടുവരാൻ ഒരു ഇൻസ്പിറേഷൻ, അത് ആരായാലും അത് കൊണ്ടുവരിക, സ്വീകരിക്കുക എന്നതാണ് പ്രധാനം. സ്ത്രീകൾക്കുള്ള സൗജന്യ യാത്രയിലും വിഷമതകൾ ഉണ്ടായിട്ടും അതിനും മാർഗം സർക്കാർ കണ്ടെത്തി. അതുകൊണ്ടാണ് പറഞ്ഞത്, നരേന്ദ്രമോദി എന്ന നേതാവിനെ പോലെ തന്നെ സതീശന്റെ ചങ്ക് ഇരട്ടച്ചങ്ക് പോലെ വെറും വാക്കല്ല, വരുന്നിടത്ത് വെച്ച് കാണാം എന്ന തീരുമാനം തന്നെയാണ്. ലോകോത്തരമായ വിഴിഞ്ഞം തുറമുഖം, തീരദേശത്തെ നിർണായകമായ ധാതു സമ്പത്ത്, അപൂർവ ധാതുക്കളുടെ നിക്ഷേപങ്ങൾ, സമാനതകളില്ലാത്ത സാധ്യതകളുള്ള ബ്ലൂ എക്കണോമി എന്നിങ്ങനെ സവിശേഷ ഘടകങ്ങൾ ഒത്തുചേരുന്ന തെക്കൻ ജില്ലകളാണ് തിരുവനന്തപുരം, കൊല്ലം, ആലപ്പുഴ എന്നിവ. ഈ 3 ജില്ലകളെയും ദേശീയ പ്രാധാന്യമുള്ള ഒരു ഏകീകൃത സാമ്പത്തിക മേഖലയായി യോജിപ്പിക്കാൻ ലക്ഷ്യം വെച്ചാണ് തെക്കൻ കേരള എക്കണോമിക് കോറിഡോർ എന്ന് മുഖ്യമന്ത്രി വി ഡി സതീശൻ പറഞ്ഞു. തിരുവനന്തപുരത്തെ കേരളത്തിന്റെ നോളജ് ആൻഡ് സ്പേസ് ടെക്നോളജി ഹബ്ബായും കൊല്ലത്തെ ധാതു സംസ്കരണത്തിന്റെയും അപൂർവ ധാതുക്കളുടെയും കേന്ദ്രമായും മാറ്റും. അതേസമയം മേഖല 3ആയ ആലപ്പുഴയെ ഇന്ത്യയുടെ ബ്ലൂ ഇക്കണോമിക് തലസ്ഥാനമായും മാറ്റും. സംയോജിത പ്രാദേശിക ക്ലസ്റ്ററുകളിലൂടെയാണ് ആധുനിക സാമ്പത്തിക വളർച്ച കൂടുതലായി സംഭവിക്കുന്നത്. ലോജിസ്റ്റിക്സ്, സാങ്കേതിക വിദ്യ, ഉൽപാദനം, ഗവേഷണം, പ്രകൃതി വിഭവങ്ങൾ എന്നിവയെ ഒരൊറ്റ ചട്ടക്കൂടിലേക്ക് ബന്ധിപ്പിക്കുന്നതിലൂടെ ഈ ദക്ഷിണ കേരള സാമ്പത്തിക ഇടനാഴി ശക്തമായ ഒരു സമ്മിശ്ര സമ്പദ് വ്യവസ്ഥയായി മാറുകയും സ്വകാര്യ നിക്ഷേപം ആകർഷിക്കുകയും ചെയ്യുമെന്നും മുഖ്യമന്ത്രി വ്യക്തമാക്കി. ഇത് ഭാവിയിൽ കേരളത്തിന്റെ തന്നെ തന്ത്രപ്രധാനവും സമുദ്രബന്ധിതവുമായ വികസന മേഖലകളെ മുൻനിര സ്ഥാനത്ത് എത്തിക്കുന്നതിന് സഹായിക്കുമെന്നാണ് അദ്ദേഹത്തിന്റെ വാക്കുകൾ. സംസ്ഥാനത്ത് കരയിലും കടലിലും വലിയ വിസ്മയ വികസനം ലക്ഷ്യമിട്ടിട്ടുള്ള ബജറ്റ് പ്രഖ്യാപനങ്ങളാണ് ധനകാര്യ വകുപ്പ് കൂടി കൈകാര്യം ചെയ്യുന്ന മുഖ്യമന്ത്രി വി ഡി സതീശൻ പ്രഖ്യാപിച്ചത്. വിപ്ലവകരമായ പദ്ധതികൾ വളരെ പ്രതീക്ഷയോടെയാണ് ബജറ്റിൽ അവതരിപ്പിച്ചിരിക്കുന്നത്. തീരദേശ മേഖലയ്ക്കും അടിസ്ഥാന സൗകര്യ വികസനത്തിനും മുൻഗണന നൽകുന്നതാണ് പുതിയ പ്രഖ്യാപനങ്ങൾ. കേരളത്തിന്റെ കടൽത്തീര സാധ്യതകൾ പൂർണ്ണമായും പ്രയോജനപ്പെടുത്തുന്നതിനായി മിഷൻ സമുദ്ര പദ്ധതിയും ബജറ്റിൽ പ്രഖ്യാപിച്ചിട്ടുണ്ട്. 400 കോടി രൂപയാണ് പദ്ധതിക്കായി വകയിരുത്തിയിരിക്കുന്നത്. തുറമുഖ നഗരമാക്കുമെന്ന പ്രഖ്യാപനവുമുണ്ട്. അടുത്ത 5 വർഷത്തിനുള്ളിൽ കേരളത്തെ ലോകോത്തര മാരിടൈം ശക്തിയാക്കി മാറ്റുകയാണ് ഈ പദ്ധതിയിലൂടെ ലക്ഷ്യമിടുന്നത്. ഇതിന്റെ ഭാഗമായി കേരളത്തെ പ്രമുഖ തുറമുഖ നഗരമായി വികസിപ്പിക്കും. ഈ വികസന പ്രവർത്തനങ്ങളിലൂടെ സംസ്ഥാനത്തെ തീരമേഖലയിൽ ഉള്ളവർക്ക് വലിയ തോതിൽ തൊഴിൽ ലഭ്യമാക്കാൻ സാധിക്കും എന്നും ബജറ്റിൽ വ്യക്തമാക്കുന്നു. വിഴിഞ്ഞം അന്താരാഷ്ട്ര തുറമുഖത്തിന്റെ റെയിൽ നിർമ്മാണം സമയബന്ധിതമായി പൂർത്തിയാക്കും. സംസ്ഥാനത്ത് പുതിയൊരു കപ്പൽ നിർമ്മാണ കേന്ദ്രം ആരംഭിക്കുന്നതിനൊപ്പം സമുദ്ര പാരമ്പര്യം വിളിച്ചോതുന്ന അന്താരാഷ്ട്ര മാരിടൈം മ്യൂസിയം സ്ഥാപിക്കുമെന്നും മുഖ്യമന്ത്രിയുടെ പ്രഖ്യാപനങ്ങളിലുണ്ട്. ന്യൂസ് ഡെസ്ക് കർമാനസ്.